നമസ്കാരം. റിച്ച് ഇന്ത്യൻ കൾച്ചറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കറുപ്പണ്ണസ്വാമിയെ കുറിച്ച് കേരളീയർക്ക് അത്ര പരിചയമുണ്ടാവില്ല. എന്നാൽ കേരളത്തിൽ ശബരിമല, അച്ചൻകോവിൽ, ആര്യങ്കാവ് എന്നീ ശാസ്താ ക്ഷേത്രങ്ങളിൽ കറുപ്പണ്ണസ്വാമിയെ ഉപദേവതയായി ആരാധിക്കാറുണ്ട്. തമിഴ്നാട്ടിലെ കാവൽ ദൈവമായ കറുപ്പണ്ണസ്വാമി നീതിയുടെയും ന്യായത്തിന്റെയും പ്രതീകമാണ്. കറുപ്പണ്ണസ്വാമിക്ക് കേരളവുമായുള്ള ബന്ധം, കറുപ്പണ്ണസ്വാമി എങ്ങനെയാണ് തമിഴ്നാട്ടിലെ കാവൽ ദൈവമായി മാറിയത്, യഥാർത്ഥത്തിൽ ആരാണ് കറുപ്പണ്ണസ്വാമി, ഇതെല്ലാം ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി മനസ്സിലാക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി റിച്ച് ഇന്ത്യൻ കൾച്ചറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കറുപ്പസ്വാമിയുടെ അവതാരവുമായി ബന്ധപ്പെട്ട് നാടോടി കഥകളിലും പുരാണങ്ങളിലുമായി നിരവധി ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ നരവംശ ശാസ്ത്രജ്ഞരുടെയും ചരിത്രകാരന്മാരുടെയും അഭിപ്രായത്തിൽ കറുപ്പസ്വാമിയുടെ ആരാധന ആരംഭിക്കുന്നത് ഹീറോ സ്റ്റോൺ അഥവാ വീരക്കല്ലുകളിൽ നിന്നാണ്. പുരാതന തമിഴ് സംസ്കാരത്തിൽ തങ്ങളുടെ ഗ്രാമങ്ങളെയോ ഭൂമിയെയോ കന്നുകാലികളെയോ ഒക്കെ സംരക്ഷിക്കുന്നവരെ, അല്ലെങ്കിൽ തിന്മയ്ക്കെതിരായി പോരാടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുന്നവരെയൊക്കെ ആരാധിക്കുന്നതിനായി വീരക്കല്ലുകൾ സ്ഥാപിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഈ വീരക്കല്ലുകളെയാണ് ഹീറോ സ്റ്റോൺ എന്നറിയപ്പെട്ടിരുന്നത്. ഇന്നും പല മ്യൂസിയങ്ങളിലും ഇത്തരം ഹീറോ സ്റ്റോണുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരം കല്ലുകൾക്ക് പ്രത്യേകിച്ച് രൂപങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നീട് ഇത്തരം കല്ലുകളെ ഗ്രാമവാസികൾ തങ്ങളുടെ രക്ഷാദൈവങ്ങളായി കണക്കാക്കി ആരാധിക്കാൻ തുടങ്ങി. അത്തരത്തിലൊരു രക്ഷാദൈവമായിരിക്കാം കറുപ്പസ്വാമി എന്നാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. എന്നാൽ പുരാണങ്ങളിലും നാടോടി കഥകളിലും കറുപ്പണ്ണസ്വാമിയുടെ അവതാരവുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന് കറുപ്പണ്ണസ്വാമിയുടെ അവതാരം രാമായണ കാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് വാൽമീകി മഹർഷിയുടെ തപശക്തിയാലാണ് കറുപ്പസ്വാമി അവതരിച്ചതെന്ന് ഒരു വാദം പറയുന്നു. മറ്റൊന്ന് ശിവന്റെ അവതാരമായ ഭൈരവന്റെ ഒരംശമാണ് കറുപ്പണ്ണസ്വാമി എന്നും അതല്ല അയ്യനാർ സ്വാമിയുടെ ഒരംശമാണ് കറുപ്പണ്ണസ്വാമി എന്നും പറയപ്പെടുന്നു. എന്നാൽ ഇത്തരം ഐതിഹ്യങ്ങളിൽ ശരിയായ ധാരണയില്ലാത്തതിനാൽ ഈ ഐതിഹ്യങ്ങളൊന്നും തന്നെ ഇവിടെ വിശദീകരിക്കുന്നില്ല. വളരെ പ്രസിദ്ധവും കാലാകാലങ്ങളായി ജനങ്ങൾ പിന്തുടർന്നും വിശ്വസിച്ചും വരുന്ന ആചാരങ്ങളെയാണ് ഇവിടെ വിശദമാക്കുന്നത്. ദുഷ്ടശക്തികളിൽ നിന്നും ദുരാത്മാക്കളിൽ നിന്നും ഭക്തരെ രക്ഷിക്കുന്ന ശക്തിയാണ് കറുപ്പണ്ണസ്വാമി. ശത്രുക്കളോ എതിരാളികളോ നമ്മുടെ പുരോഗതിയെ തടസ്സം ചെയ്യുന്നതിനായി ദുർമന്ത്രവാദങ്ങളോ മറ്റോ ചെയ്താൽ കറുപ്പണ്ണസ്വാമി അതിൽ നിന്നെല്ലാം ഭക്തരെ രക്ഷിക്കും എന്നാണ് വിശ്വാസം. പല ഗ്രാമീണർക്കും കറുപ്പണ്ണസ്വാമിയുടെ ഉത്തരവ് കോടതിക്കും നിയമത്തിനും പോലും മുകളിലാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കറുപ്പണ്ണസ്വാമിയുടെ പ്രതിനിധിയായ ക്ഷേത്ര പുരോഹിതൻ പറയുന്ന കാര്യങ്ങൾ ഗ്രാമവാസികൾ നിറഞ്ഞ മനസ്സോടെ അംഗീകരിക്കാറുണ്ട്. ഗ്രാമങ്ങളുടെ രക്ഷാദൈവമായ കറുപ്പസ്വാമിയുടെ ക്ഷേത്രങ്ങൾ മിക്കവാറും ഗ്രാമ അതിർത്തികളിലോ മലമുകളിലോ ഒക്കെയാണ് സ്ഥിതി ചെയ്യുന്നത്. കറുപ്പസ്വാമിക്ക് വ്യത്യസ്തമായ 108 രൂപഭാവങ്ങൾ ഉണ്ടെന്നാണ് വിശ്വാസം. ശങ്കിലിക്കറുപ്പൻ, പെരിയ കറുപ്പൻ, ചന്ദനക്കറുപ്പൻ, മായക്കറുപ്പൻ, എല്ലൈക്കറുപ്പൻ, മുത്തുക്കറുപ്പൻ, മലൈക്കറുപ്പൻ എന്നിങ്ങനെ പോകുന്നു കറുപ്പസ്വാമിയുടെ അവതാരങ്ങൾ. ഓരോ പ്രദേശത്തിനനുസരിച്ച് കറുപ്പണ്ണസ്വാമിയുടെ ഭാവത്തിലും വഹിക്കുന്ന ആയുധങ്ങളിലും മാറ്റമുണ്ടാകും. എങ്കിലും പൊതുവെ കറുപ്പസ്വാമി എന്നാൽ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം എത്തുന്നത് കറുത്ത രൂപത്തോടെ കട്ടിമീശയും തീക്ഷ്ണമായ കണ്ണുകളോടും കയ്യിൽ അറുവാളുമായി നിൽക്കുന്ന ഉഗ്രരൂപത്തെയാണ്. ഉഗ്രരൂപിയാണെങ്കിലും തന്നെ വിശ്വസിച്ചു വരുന്ന ഭക്തർക്ക് കറുപ്പസ്വാമി എന്നും നീതി നടപ്പാക്കി കൊടുക്കുന്ന രക്ഷാധികാരിയാണ്. ഭക്തരിൽ സത്യസന്ധതയും നീതിയും ഉണ്ടാവണമെന്നത് നിർബന്ധമാണ്. എങ്കിൽ മാത്രമേ കറുപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ. തമിഴ്നാട്ടിൽ പല സ്ഥലങ്ങളിലും കറുപ്പണ്ണസ്വാമിക്ക് ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം മധുരയിലെ അഴകർ കോവിലിൽ സ്ഥിതി ചെയ്യുന്ന 18-ാം പടി കറുപ്പണ്ണസ്വാമിയുടേതാണ്. അഴകർ എന്ന് വിളിക്കുന്നത് മഹാവിഷ്ണുവിനെയാണ്. സൗന്ദര്യമുള്ള എന്ന അർത്ഥത്തിലാണ് അഴകർ എന്ന പേരുണ്ടായത്. 18-ാം പടി കറുപ്പണ്ണസ്വാമിയുടെ ക്ഷേത്രം എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകിച്ച് വിഗ്രഹങ്ങളൊന്നും തന്നെയില്ല. അഴകർ ക്ഷേത്രത്തിന്റെ രാജഗോപുരത്തിന്റെ വലിയ കതകുകളിലാണ് 18-ാം പടി കറുപ്പസ്വാമി കുടിയിരിക്കുന്നത്. എന്തിനാണ് 18-ാം പടി കറുപ്പസ്വാമി ഈ കതകുകളിൽ കുടിയിരിക്കുന്നതെന്നും ആ കതകുകൾക്ക് പിന്നിൽ എന്താണെന്നും സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ടാകും. ആ ചോദ്യത്തിന്റെ ഉത്തരം തുടങ്ങുന്നത് പണ്ട് ചേരനാട് എന്നറിയപ്പെട്ടിരുന്ന കേരള ദേശത്തു നിന്നാണ്. കറുപ്പണ്ണസ്വാമിയെ ശബരിമലയിലും അച്ചൻകോവിൽ, ആര്യങ്കാവ് എന്നീ അയ്യപ്പ ക്ഷേത്രങ്ങളിലും ആരാധിക്കുന്നുണ്ട് എന്ന് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു.
ഹരിഹരപുത്രനായ അയ്യപ്പൻ മഹിഷിയെ വധിക്കുന്നതിനായി കാട്ടിലേക്ക് പോയപ്പോൾ പരമശിവൻ അയ്യപ്പന് കാവലായി കറുപ്പണ്ണസ്വാമിയെ അയച്ചു എന്നാണ് വിശ്വാസം. മഹിഷിയെ വധിച്ച് വിജയശ്രീലാളിതനായി മടങ്ങി വന്ന അയ്യപ്പൻ തനിക്ക് തുണയായി വന്ന കറുപ്പണ്ണസ്വാമി ഇനി എന്നും അയ്യപ്പനെ തേടി വരുന്ന ഭക്തർക്ക് കാവലായി ശബരിമലയിൽ തുടരാൻ നിർദ്ദേശിച്ചു. അതിനാൽ ശബരിമലയിൽ ഉപദേവതയായി കറുപ്പണ്ണസ്വാമിയെ ദർശിക്കാം. അയ്യപ്പനെ ദർശിക്കാനെത്തുന്ന ഭക്തർക്ക് യാത്രയിലുടനീളം കാവലായി കറുപ്പുസ്വാമി ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഭക്തർ കറുപ്പുസ്വാമിയുടെ അനുഗ്രഹത്തിനായി തേങ്ങ ഉടയ്ക്കാറുണ്ട്. എങ്ങനെയാണ് കേരള ദേശത്ത് നിന്നും കറുപ്പണ്ണസ്വാമി അഴകർ മലയിൽ എത്തിയതെന്ന് മനസ്സിലാക്കാം. ഒരിക്കൽ ചേരനാട്, അതായത് ഇന്നത്തെ കേരളം ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന ഒരു രാജാവ് പാണ്ഡ്യനാട്ടിലെത്തി ഓരോ ക്ഷേത്രങ്ങളായി സന്ദർശിച്ചു വന്നു. അന്ന് തമിഴ്നാട് ഉൾപ്പെടുന്ന ഭാഗങ്ങളെല്ലാം പാണ്ഡ്യരുടെ ഭരണത്തിൻ കീഴിലായിരുന്നു. മധുരയിലെ അഴകർ മലയിലെത്തിയ രാജാവ് കല്ലഴകർ ക്ഷേത്രവും സന്ദർശിച്ചു. മഹാവിഷ്ണുവിന്റെ സൗന്ദര്യം നിറഞ്ഞു തുളുമ്പുന്ന വിഗ്രഹം കണ്ട രാജാവ് സ്വാമിയുടെ അഴകിൽ സ്വയം മറന്നു. രാജാവിന്റെ മനസ്സിൽ അന്നേരം ഒരു കുബുദ്ധി ഉദിച്ചു. ഇത്രയും മനോഹരമായ കല്ലഴകർ വിഗ്രഹം തന്റെ നാടായ ചേരനാട്ടിലേക്ക് കൊണ്ടുപോകണം. എന്നാൽ അത് അത്ര എളുപ്പമല്ലെന്ന് രാജാവിന് അറിയാമായിരുന്നു. മടങ്ങി സ്വന്തം നാട്ടിലേക്ക് പോയ രാജാവ് അഴകർ വിഗ്രഹം കടത്തിക്കൊണ്ടു വരുന്നതിനുള്ള കുറുക്കുവഴികൾ ആലോചിച്ചു. അതിനായി മന്ത്രവാദത്തിൽ പ്രാവീണ്യം നേടിയ 18 മന്ത്രവാദികളെ വിളിച്ചു വരുത്തി ആവശ്യമറിയിച്ചു. മാന്ത്രിക വിദ്യകളിലൂടെ കല്ലഴകരെയും ഒപ്പം ദേവലോകത്ത് നിന്ന് വന്നതായി കരുതുന്ന മഹാവിഷ്ണുവിന്റെ സ്വർണ്ണ വിഗ്രഹത്തെയും ചേരദേശത്തെത്തിക്കുക എന്നതായിരുന്നു പദ്ധതി. രാജാവിന്റെ ആവശ്യം അംഗീകരിച്ച 18 മന്ത്രവാദികൾ രാജാവിനോട് മറ്റൊരാവശ്യം ഉന്നയിച്ചു. അതായത് പാണ്ഡ്യനാട്ടിൽ വിഗ്രഹം കൊണ്ടുവരുന്നതിനായി പോകുന്ന തങ്ങൾ 18 പേർക്കും കാവലായി ഒരു ശക്തിയെ അയക്കണം എന്നതായിരുന്നു ആവശ്യം. ശബരിമലയിൽ അയ്യപ്പന് കാവലായി നിൽക്കുന്ന കറുപ്പുസ്വാമി തങ്ങൾക്ക് തുണയായി വരണം എന്നായിരുന്നു മന്ത്രവാദികൾ ആവശ്യപ്പെട്ടത്. അതിൻ പ്രകാരം രാജാവ് കറുപ്പണ്ണസ്വാമിയുടെ അരികിലെത്തി അപേക്ഷിച്ചു. രാജാവിന്റെ അപേക്ഷ സ്വീകരിച്ച കറുപ്പണ്ണസ്വാമി മറ്റൊരു ഭാവത്തിൽ 18 മന്ത്രവാദികൾക്കും കാവലായി മധുരയിലെ അഴകർ ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രത്തിലെത്തിയ അവർ അഴകരുടെ അഴകിൽ സ്വയം മറന്നുപോയി. അഴകരെ ഇവിടെ നിന്നും കൊണ്ടുപോകുന്നതിന് കഠിന പരിശ്രമം തന്നെ വേണമെന്ന് മനസ്സിലാക്കിയ മന്ത്രവാദികൾ ശ്രീകോവിലിനകത്ത് കടന്നുകൂടി. അതിനായി 18 പേരും അവരവരുടെ കണ്ണുകളിൽ ഒരു മാന്ത്രിക ശക്തിയുള്ള കൺമഷി പുരട്ടി. കറുപ്പുസ്വാമി ഇവർക്ക് കാവലായി പുറത്ത് കാത്തുനിന്നു. ഈ കൺമഷി പുരട്ടിയാൽ അവരെ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കില്ല. ശ്രീകോവിലിൽ ഒളിച്ചിരുന്ന മാന്ത്രികർ അഴകരുടെ ദൈവിക ചൈതന്യം കുറേശ്ശെയായി ആവാഹനം ചെയ്യാൻ തുടങ്ങി. വിഗ്രഹത്തിന്റെ ചൈതന്യം ദിവസേന കുറഞ്ഞു വന്നു. ദിവസവും ഭഗവാനെ പൂജിക്കുന്ന ക്ഷേത്ര പൂജാരിക്കും ഭഗവാന്റെ തേജസ് കുറയുന്നത് കണ്ട് മനോവിഷമമുണ്ടായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഭഗവാൻ നേരിട്ട് പൂജാരിയുടെ സ്വപ്നത്തിൽ ദർശനം നൽകി. ശ്രീകോവിലിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന മന്ത്രവാദികളെ കുറിച്ചും അവരുടെ ഉദ്ദേശത്തെക്കുറിച്ചും വിവരം നൽകി. പിറ്റേ ദിവസം മന്ത്രവാദികളെ പ്രത്യക്ഷരാക്കാൻ പൂജാരി ഒരു വിദ്യ പ്രയോഗിച്ചു. ഭഗവാന് സമർപ്പിച്ച പ്രസാദത്തിൽ ആവശ്യത്തിലധികം എരിവ് ചേർത്തു. ദിവസവും ഭഗവാന്റെ പ്രസാദം കഴിച്ച് ശ്രീകോവിലിനുള്ളിൽ കഴിഞ്ഞിരുന്ന മന്ത്രവാദികൾ അന്നേ ദിവസവും ആ പ്രസാദം കഴിച്ചു. എരിവ് താങ്ങാൻ കഴിയാതെ കണ്ണിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങി. അതോടെ കണ്ണിൽ പുരട്ടിയിരുന്ന കൺമഷി ഒലിച്ചുപോയി. അവർ മറ്റുള്ളവരുടെ മുന്നിൽ പ്രത്യക്ഷരായി എന്നാണ് ഒരു ഐതിഹ്യം. മറ്റൊരു കഥ പറയുന്നത് സ്വാമിക്ക് സാധാരണ സുഗന്ധദ്രവ്യങ്ങൾ ഇട്ട് പുകയ്ക്കുക പതിവായിരുന്നു. എന്നാൽ അന്നേ ദിവസം മന്ത്രവാദത്തിന് എതിരായ ചില ദ്രവ്യങ്ങൾ ശ്രീകോവിലിനുള്ളിൽ പൂജാരി പുകച്ചത്രേ. ഈ പുകയുടെ ശക്തിയാൽ മന്ത്രവാദികളുടെ കണ്ണിലെ കൺമഷി മാഞ്ഞു പോകുകയും തൽഫലമായി അവർ മറ്റുള്ളവരുടെ മുന്നിൽ പ്രത്യക്ഷരാവുകയും ചെയ്തുവത്രേ. തങ്ങളുടെ കള്ളത്തരം പിടിക്കപ്പെട്ടതോടെ 18 മന്ത്രവാദികളും തങ്ങളുടെ തെറ്റ് സമ്മതിച്ചു. അഴകരുടെ അഴകിൽ മയങ്ങിപ്പോയ തങ്ങൾക്ക് ഇനി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകണ്ട എന്നും ഏത് ദൈവത്തെയാണോ കടത്തിക്കൊണ്ടു പോകാൻ വന്നത് ആ ദൈവത്തിന് കാവലായി ഇവിടെ തുടരാൻ അനുവദിക്കണമെന്നും അപേക്ഷിച്ചു. ഒപ്പം അഴകർക്ക് ദിവസേന നൈവേദ്യം സമർപ്പിച്ച ശേഷം ആ നൈവേദ്യത്തിൽ നിന്നും ഒരു ഭാഗം തങ്ങൾക്ക് നൽകണമെന്നും ഒരു അപേക്ഷ സമർപ്പിച്ചു. അതിനുശേഷം തപസ്സിൽ മുഴുകിയ 18 മന്ത്രവാദികളും ജീവസമാധി അടഞ്ഞതായും ആ ജീവസമാധികൾക്ക് മുന്നിൽ 18 പടികൾ നിർമ്മിച്ചു എന്നുമാണ് ഒരു ഐതിഹ്യം പറയുന്നത്. മറ്റൊരു ഐതിഹ്യം സൂചിപ്പിക്കുന്നത് അഴകരെ കടത്തിക്കൊണ്ടുപോകാൻ വന്നതറിഞ്ഞ് ഓടിയെത്തിയ നാട്ടുകാർ ഈ 18 മന്ത്രവാദികളെയും വെട്ടിക്കൊലപ്പെടുത്തുകയും അവരുടെ ശരീരം അവിടെ തന്നെ മറവു ചെയ്യുകയും അവരുടെ ശരീരത്തിന് മുകളിലായി 18 പടികൾ നിർമ്മിക്കുകയും ചെയ്തു എന്നാണ്. 18 മന്ത്രവാദികൾക്ക് കാവലായി വന്ന കറുപ്പണ്ണസ്വാമിയും അഴകരുടെ അഴകിൽ ഭ്രമിച്ചു നിൽക്കവേ മഹാവിഷ്ണു കറുപ്പണ്ണസ്വാമിക്ക് ദർശനം നൽകി ഈ അഴകർ മലയ്ക്ക് കാവലായി നിൽക്കാൻ നിർദ്ദേശിച്ചു. അന്നു മുതൽ അഴകർക്കും അഴകർ മലയ്ക്കും കാവലായി അഴകർ കോവിലിന്റെ രാജഗോപുരത്തിലെ ഈ വലിയ വാതിലിൽ കറുപ്പണ്ണസ്വാമി കുടിയിരിക്കുന്നു.
ഈ രാജഗോപുര വാതിലിന് പിറകിലായി 18 മാന്ത്രികരുടെ സമാധിയാണ്. അന്നു മുതൽ ഇന്ന് വരെ 18 മാന്ത്രികരുടെ ജീവസമാധിയായ 18 പടികൾക്ക് മുന്നിൽ കൂറ്റൻ വാതിലിൽ അഴകരുടെയും അഴകർമലയുടെയും കാവൽ ദൈവമായി 18-ാം പടി കറുപ്പണ്ണസ്വാമി കുടികൊള്ളുന്നു. 18-ാം പടി കറുപ്പുസ്വാമിക്ക് മലയാളക്കറുപ്പൻ എന്നൊരു പേര് കൂടിയുണ്ട്. കറുപ്പുസ്വാമി കുടികൊള്ളുന്ന ഈ വാതിൽ വർഷത്തിൽ ബ്രഹ്മോത്സവ സമയം മാത്രമേ തുറക്കാറുള്ളൂ. ചക്രത്താഴ്വാർ മാത്രമേ ഈ ഗോപുര വാതിലിലൂടെ പ്രവേശിക്കാറുള്ളൂ. മറ്റു ദൈവങ്ങളോ ഭക്തജനങ്ങളോ ഈ വാതിലിലൂടെ പ്രവേശിക്കാറില്ല. 18 പേരുടെ ആത്മാക്കൾ കുടികൊള്ളുന്ന 18 പടികൾ സ്ഥിതി ചെയ്യുന്നതിനാലാണ് ചക്രത്താഴ്വാർ ഒഴിച്ച് മറ്റാരും ഇതിലൂടെ പ്രവേശിക്കാത്തത്. കറുപ്പുസ്വാമി കുടികൊള്ളുന്ന ഈ വാതിലിൽ ദിവസവും ചന്ദനാഭിഷേകം നടക്കും. അഴകർക്ക് സമർപ്പിച്ച മാല കറുപ്പുസ്വാമിയുടെ കതകുകളിൽ അണിയിക്കും. അഴകർക്കുള്ള അഭിഷേക ജലം മലമുകളിലുള്ള നോപുര ഗംഗയിൽ നിന്നും കാൽനടയായാണ് എടുത്തുകൊണ്ടുവരുന്നത്. ഈ ജലം കറുപ്പുസ്വാമിയുടെ മുന്നിൽ വെച്ച് ഉത്തരവ് വാങ്ങിയതിനു ശേഷമാണ് അഴകർക്ക് അഭിഷേകം ചെയ്യുന്നത്. മീനാക്ഷി സുന്ദരേശ്വരരുടെ തിരുക്കല്യാണവുമായി ബന്ധപ്പെട്ട് കല്ലഴകർ വൈത്തൈ നദിയിൽ ഇറങ്ങുന്ന ഒരു ചടങ്ങുണ്ട്. ഈ ചടങ്ങിനായി കല്ലഴകർ പുറപ്പെടുന്നതിന് മുൻപ് ഭഗവാന്റെ വിഗ്രഹത്തിൽ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളുടെ എല്ലാം കണക്ക് കറുപ്പണ്ണസ്വാമിക്ക് ബോധിപ്പിക്കണം. അതുപോലെ ചടങ്ങ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഭഗവാന്റെ ആഭരണങ്ങളുടെ എല്ലാം കണക്ക് കറുപ്പണ്ണസ്വാമിക്ക് ബോധിപ്പിക്കണം. ഇത്തരത്തിൽ അഴകർക്ക് കാവലായി നിൽക്കുന്ന കർക്കശക്കാരനായ കാവൽ ദൈവമാണ് കറുപ്പണ്ണസ്വാമി. അഴകർക്ക് മാത്രമല്ല, കറുപ്പുസ്വാമിയെ വിശ്വസിച്ചു വരുന്ന എല്ലാ ഭക്തർക്കും കറുപ്പണ്ണസ്വാമി കാവലായി എത്തും. ഈ ക്ഷേത്രത്തിൽ മൃഗങ്ങളെ ബലി നൽകുന്ന പതിവുണ്ട്. കറുപ്പുസ്വാമിയോട് പ്രാർത്ഥിച്ച കാര്യം നിറവേറിയാൽ നന്ദി സൂചകമായാണ് മൃഗങ്ങളെ ബലി നൽകുന്നത്. ക്ഷേത്രത്തിന് സമീപമല്ലാതെ ദൂരെ മാറിയാണ് ഇത്തരം ആചാരങ്ങൾ നടക്കുന്നത്. ബലി നൽകിയ ആടുകളെ അവിടെ വെച്ച് തന്നെ പാചകം ചെയ്ത് കഴിക്കുന്ന രീതിയുമുണ്ട്. പ്രാർത്ഥനകൾ നിറവേറുമ്പോൾ ഭക്തർ 18-ാം പടിയാന് വാളുകൾ സമർപ്പിക്കാറുണ്ട്. ഇത്തരത്തിൽ വലിപ്പമേറിയ വാളുകൾ ക്ഷേത്രത്തിന് സമീപം കാണാം. കാവൽ ദൈവം എന്നതിലുപരി പരിഹാരം കാണാൻ സാധിക്കില്ല എന്ന് കരുതുന്ന പല പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം കറുപ്പണ്ണസ്വാമിയുടെ സന്നിധിയിലുണ്ടാകും. നീതിയും സത്യസന്ധതയും കൈമുതലായുള്ള ഭക്തർക്ക് കൂടെ നിന്ന് അനുഗ്രഹം ചൊരിയുന്ന ദൈവമാണ് 18-ാം പടി കറുപ്പുസ്വാമി. ദൂരദേശങ്ങളിൽ നിന്ന് പോലും കറുപ്പണ്ണസ്വാമിയുടെ ക്ഷേത്രത്തിൽ എത്തുന്നവരുടെ എണ്ണം തന്നെയാണ് അതിനുദാഹരണം. മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ എത്തുന്നവർ മീനാക്ഷി ദേവിയെയും സുന്ദരേശ്വരനെയും സന്ദർശിക്കുന്നതോടൊപ്പം മീനാക്ഷി ദേവിയുടെ സഹോദരനായ കല്ലഴകരെയും കല്ലഴകർക്കും അഴകർമലയ്ക്കും കാവലായി നിൽക്കുന്ന 18-ാം പടി കറുപ്പുസ്വാമിയെയും സന്ദർശിക്കാൻ ശ്രമിക്കുക. മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 25 കിലോമീറ്റർ ദൂരമുണ്ടാകും കല്ലഴകർ കോവിലിലേക്ക്. ഇതേ അഴകർമലയിൽ തന്നെയാണ് മുരുകന്റെ 6 പടை വീടുകളിൽ ഒന്നായ പഴമുതിർച്ചോല ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്.